എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 91-ാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറന്നേക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ ദിവസവും കേൾക്കാമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. എന്തു പറയുമെന്നറിയാതെ വിഷമിക്കുകയായിരുന്നു കിച്ചു. അവന് അഭിപ്രായമില്ലാഞ്ഞിട്ടല്ല. അവൻ്റെ വിഷമം കണ്ടിട്ട് ടോമി തന്നെയാണ് പരിഹാരം നിർദ്ദേശിച്ചത്. നീ ഇപ്പോൾ തന്നെ പറയണമെന്നൊന്നുമില്ല. ഞങ്ങൾ പോകുന്നതിന് മുൻപേ പറഞ്ഞാൽ കുറച്ചുനാൾ കഴിയുമ്പോഴേക്കും നിനക്ക് പോരാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്യാം. നീ പാസ്പോർട്ട് എടുക്കാത്തതുകൊണ്ട് ഇപ്രാവശ്യം കൊണ്ടുപോകാനുള്ള ഞങ്ങളുടെ പദ്ധതി നടക്കുകയുമില്ല. ഇപ്പോൾ അപേക്ഷിച്ചാലും കുറച്ച് ദിവസം കഴിയണമല്ലോ അത് കിട്ടാൻ. ഗുണം പിടിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നീ വേണ്ടതെന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്തോളൂ. എന്തിനാണെങ്കിലും സാവകാശത്തിൽ ആലോചിച്ചതിന് ശേഷം മതി. കിച്ചുവിന് വലിയ ആശ്വാസമായി. മുൻപൊരിക്കൽ കോളേജിൽ നിന്ന് കൂട്ടുകാരൊക്കെ പാസ്പോർട്ട് എടുത്തപ്പോൾ അവനോട് അപേക്ഷിക്കാൻ അവർ ആകുന്നത് പറഞ്ഞതാണ്. അന്ന് അപേക്ഷിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് മാത്രം കിട്ടാതെ ഇരുന്നതാണ്. കിട്ടാതിരുന്നത് എത്ര നന്നായി. എല്ലാം നല്ലതിനെന്ന് പറയുന്നത് എത്രയോ ശരി. ഇപ്പോൾ പാസ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ പിടിച്ച പിടിയാലെ ഇവരങ്ങോട്ട് കൊണ്ടുപോയി എന്നിരിക്കും. ഒരു ദീർഘനിശ്വാസം വിട്ട കിച്ചു അടുക്കളയിലേക്ക് പോയിരുന്ന ദീനാമ്മച്ചിയുടെ അടുത്തേക്ക് തന്നെ പോയി. അവിടെ ചെന്നാൽ അവന് കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. നിനക്ക് നാളെ ക്ലാസ് ഉള്ളതല്ലേ? പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി പഠിക്കുകയോ ഉറങ്ങുകയോ ചെയ്തു. അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സംസാരിച്ചു. അപ്പോഴേക്കും നീനയും അങ്ങോട്ട് വന്നിരുന്നു. അപ്പനും മറ്റും ചർച്ച നടത്തുന്ന സ്ഥലത്തേക്ക് അവൾ പോയതേയില്ല. എനിക്കിവനോട് ഇച്ചിരി സംസാരിക്കാനുണ്ടല്ലോ. അത് അമ്മച്ചി കേൾക്കാതെ പറയാനുള്ളതാണല്ലോ. പിന്നെ ഇപ്പോൾ എന്നാ ചെയ്യും? അത് വേണോടി കൊച്ചുകള്ളി. ഞാനിവിടെ നിൽക്കും, എനിക്കും കേൾക്കണം. നീനയുടെ കൊഞ്ചിപ്പറച്ചിലിന് അതേപോലെ ദീനാമ്മച്ചിയും മറുപടി പറഞ്ഞു. അങ്ങനെ പറഞ്ഞുവെങ്കിലും എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതാണ് ദീനാമ്മച്ചി. നീന തന്നെ അമ്മച്ചിയെ അവിടെ പിടിച്ചിരുത്തി. അമ്മച്ചിയുടെ കേൾക്കൽ തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ അങ്ങനെ പറഞ്ഞാൽ എന്ത് പറയും എന്നറിയത്തില്ലല്ലോ. അതുകൊണ്ട് വെറുതെ ഒരു വികൃതി ഇറക്കി നോക്കിയതാണ്. അത് വികൃതി തന്നെയാണോ? ഇവൾക്ക് എന്തെങ്കിലും തന്നോട് മാത്രം പറയാനുണ്ടാകുമോ? അങ്ങനെ വേവലാതിപ്പെട്ടിരിക്കുകയായിരുന്നു കിച്ചു. അവൻ ആരോടും ഒന്നും പറയാൻ തോന്നിയില്ല. അപ്പൻ നിന്നോടെന്തെങ്കിലും ചോദിച്ചോടാ? അമേരിക്കയ്ക്ക് പോരാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ? ചോദിച്ചെങ്കിൽ തന്നെ നീയെങ്ങും പോരണമെന്ന് ഞാൻ പറയില്ല. നിനക്കിവിടെയാണ് നിൽക്കാൻ താല്പര്യമെങ്കിൽ നീ ഇവിടെ തന്നെ നിൽക്കുക. അങ്ങോട്ട് പോരണമെന്ന് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പോരാൻ തയ്യാറാവുക. അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ട സഹായങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും. അല്ലാതെ അപ്പൻ പറഞ്ഞതനുസരിച്ച് നീ തീരുമാനമെടുക്കേണ്ട കാര്യമില്ല. ഇതിനു മുൻപ് വന്നപ്പോഴാണെങ്കിലും നീനയുടെ സംസാരം വളരെ പക്വതയുള്ളതാണ്. ആരെയും വിഷമിപ്പിക്കാതെ സംസാരിക്കാൻ അവൾക്കറിയാം. ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ള തീരുമാനങ്ങളാണ് അവൾ എടുത്തത്. അത് പക്വമതികളുടെ ലക്ഷണമാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരിക്കും. ആരെയും ബുദ്ധിമുട്ടിക്കാത്ത തരം തീരുമാനങ്ങൾ എടുക്കാൻ മറ്റുള്ളവരെ അവൾ നിർബന്ധിക്കുകയും ചെയ്യും. ഇപ്പോൾ പറഞ്ഞത് തന്നെ അതിന് ഒരു ഉദാഹരണം മാത്രം. എന്നാലും അമേരിക്കയ്ക്ക് ജോലിക്ക് ചെല്ലാൻ പറയുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതും ഇവിടെ എനിക്ക് ജോലി കിട്ടി എന്നറിഞ്ഞു കഴിഞ്ഞിട്ട്. കുറേ പണം കൂടുതലുണ്ടാക്കി വെച്ചിട്ട് മാത്രം എന്ത് കാര്യം? അത്യാവശ്യത്തിനുള്ളത് പോരെ? അതാണ് തൻ്റെ ചിന്താഗതി. പിന്നെ എന്നെ പഠിപ്പിച്ചവർ പറഞ്ഞാൽ ഞാൻ അനുസരിക്കും. അതെൻ്റെ കടമയാണ്. അവർ കാരണമാണല്ലോ എനിക്ക് യോഗ്യതയുണ്ടായത്. ഞാൻ അത്രയേ ചിന്തിക്കുന്നുള്ളൂ. ഇവിടെ പൂർണ്ണ മനസ്സോടെയുള്ള തീരുമാനമാണ് വേണ്ടത്. മനസ്സില്ലാ മനസ്സോടെ പഠിപ്പിച്ചതിൻ്റെ കടമൊക്കെ വീട്ടാൻ വേണ്ടി തീരുമാനമെടുക്കരുത്.
ആരെയും നിർബന്ധിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി പണിയെടുപ്പിക്കാൻ പറ്റില്ല. അപ്പൻ്റെ മനസ്സിലിരിപ്പ് നടത്താൻ സമ്മതിച്ചാൽ അത് ശരിയാവുകയില്ല. എന്നാലും ഇപ്പോൾ ഇത്ര കാര്യമായി ഇങ്ങനെയൊരു താല്പര്യം പറയാൻ എന്തെങ്കിലും കാരണം കാണും. അതെന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ചിലപ്പോൾ അമ്മച്ചിയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. മൂത്ത പുത്രനല്ലേ, അമ്മച്ചിയുടെ അടുത്ത് പല കാര്യങ്ങളും പറയാറുണ്ടാകും. അത് പണ്ട്. ഇപ്പോഴങ്ങനെയല്ല. പണ്ട് എവിടെയെങ്കിലും പോയാൽ പോയപ്പോൾ മുതൽ കണ്ട കാഴ്ചകളും തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ചകളുമെല്ലാം എന്നോട് പറയും. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവൻ കുളിക്കാൻ പോലും പോകുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ആ ടോമി തന്നെയാണോ ഈ ടോമി എന്ന് സംശയിച്ചു പോകും. ഇത്രയും പറഞ്ഞപ്പോഴേക്കും ദീനാമ്മച്ചിയുടെ കണ്ണ് നിറഞ്ഞു തുടങ്ങി എന്ന് കണ്ടതുകൊണ്ട് അമ്മച്ചിയോട് പോകണമെങ്കിൽ പൊയ്ക്കോളാൻ നീന പറഞ്ഞു. അമ്മച്ചി അപ്പോൾ തന്നെ പോവുകയും ചെയ്തു. നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നീനയുടെ തോന്നൽ ശരിയാണ്. യഥാർത്ഥ കാരണം എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞത് മാത്രം ഞാൻ മനസ്സിലാക്കി, അത്രയേ ഉള്ളൂ. വല്യപ്പൻ പണം മുടക്കി പഠിപ്പിച്ചതിന് കുടുംബത്തിന് നഷ്ടം വരാതിരിക്കാൻ അപ്പൻ കണ്ടുപിടിച്ച ഒരു വഴിയാണത്. അതായത് എന്നെയും നിന്നെയും കല്യാണം കഴിപ്പിക്കുക. അപ്പോൾ പിന്നെ പഠിപ്പിച്ച വകയിൽ ജോലി കിട്ടി നിനക്കുണ്ടാകുന്ന വരുമാനമെല്ലാം വേറെ എങ്ങോട്ടും പോകാതെ കുടുംബത്തിലേക്ക് തന്നെ വരില്ലേ? അതാണ് അപ്പൻ്റെ കാഞ്ഞ ബുദ്ധി. അതിന് നീനയോട് എനിക്ക് അങ്ങനെ ഒരു തോന്നൽ ഇല്ലല്ലോ. പിന്നെ എങ്ങനെ ഒരാലോചനയുണ്ടെന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കാനൊക്കുമോ? ഇല്ലാത്ത സഹോദരിയെപ്പോലെ കാണുകയാണ് ഞാൻ നീനയെ. സഹോദരിയെ പിന്നെ എനിക്ക് എങ്ങനെ മറ്റൊരു സ്ഥാനത്ത് കാണാൻ കഴിയും? അതെന്തായാലും നടക്കില്ല. അത് നീ തന്നെ പറഞ്ഞ് ഒഴിവാക്കി തരണം. എനിക്ക് ഇവരോട് പറയാൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ട്. ഞാൻ ഇവരുടെ മുമ്പിൽ കടക്കാരനാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയത്തില്ല. പക്ഷെ നിനക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. നീ അത് പറഞ്ഞ് ഒഴിവാക്കണം. സഹോദരനായിട്ടാണ് കാണുന്നത് എന്നേ നീ പറയാവൂ. അതിൽ കൂടുതൽ ഒന്നും പറ്റില്ല എന്നും പറയണം. എന്നെ ഇനിയും സങ്കടക്കടലിൽ ചാടിക്കല്ല്. വീട്ടിൽ ആ ആലോചന നടന്നപ്പോഴേ താൻ വിവരമറിഞ്ഞതാണ്. എന്നാൽ ഒരു അഭിപ്രായമെങ്കിലും തന്നോട് ചോദിക്കുക, തൻ്റെ ഇഷ്ടമൊന്ന് അറിയുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഏകപക്ഷീയമായി അങ്ങെടുക്കും. എന്നിട്ട് അത് മക്കൾ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ തൽക്കാലം നീനയെ അതിന് കിട്ടില്ല. ഇത് പഴയ കാലമല്ല. നീന പഴയ കാലത്തെ പെൺകുട്ടിയുമല്ല. നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അതൊക്കെ ഞാൻ തന്നെ പറഞ്ഞ് പരിഹരിച്ചു കൊള്ളാം. അതറിഞ്ഞപ്പോളേ പറഞ്ഞാൽ ശരിയാവില്ല. അന്നത് പറഞ്ഞാൽ അപ്പച്ചനെയും അമ്മച്ചിയെയും കാണാനുള്ള ഒരു വഴി അടഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പറഞ്ഞില്ല എന്ന് മാത്രം. ഇവിടെ വെച്ച് അപ്പൻ എന്തായാലും ആ ആലോചനക്കാര്യം പുറത്തിറക്കില്ല. ഇറക്കിയാൽ ഞാൻ അതിവിടെ വെച്ച് തന്നെ പറയുകയും ചെയ്തു കൊള്ളാം. ആ വലിയ പ്രശ്നം പരിഹരിക്കാമെന്ന് നീന ഏറ്റതോടെ കിച്ചുവിന് സമാധാനമായി. എന്നാലും അവൻ ദീനാമ്മച്ചിയോടുകൂടി ഈ കാര്യം പറഞ്ഞു. എനിക്കിവിടെ നിന്ന് പോകാൻ താല്പര്യമില്ല അമ്മച്ചി. ഈ നാട്ടിൽ തന്നെ നിൽക്കണമെന്നും ഈ നാട്ടിൽ തന്നെ താമസിക്കണമെന്നും ആണ് എനിക്ക് ആഗ്രഹം. ജോലി സംബന്ധമായി ഞാൻ മദിരാശിയിൽ പോയാലും അത്യാവശ്യം എനിക്ക് ഓടി വരാമല്ലോ. ഒരു രാത്രിയിൽ അവിടുന്ന് കയറിയാൽ അടുത്ത ദിവസം കാലത്തെ ഞാൻ ഇവിടെ എത്തും. അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ ഞാൻ ജോലി എടുക്കുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് എന്നെ പറഞ്ഞു വിടരുത്. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഇവൻ്റെ അഭിപ്രായം കേട്ട് കഴിഞ്ഞിട്ട് പറയാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ദീനാമ്മച്ചി. ഇവന് പോകാൻ താല്പര്യമില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ 4 വർഷത്തോളമായി ഏകാന്തത എന്തെന്നറിയാതെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നോക്കുന്നത് ഇവനാണ്. ഇവനെ വിട്ടുകളയാനൊന്നും പറ്റില്ല. അവനെ അകലെ ഒരു നാട്ടിലേക്ക് കൊണ്ടുപോകാനും താൻ സമ്മതിക്കില്ല. നിന്റെ താല്പര്യം കൂടി അറിഞ്ഞിട്ട് പറയാനിരിക്കുകയായിരുന്നു ഞാനും. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. തൽക്കാലം മുറിയിലേക്ക് പോയിക്കൂ. അവർ രണ്ടുപേരും അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കിച്ചുവിന് ഭയം മാറിയിരുന്നില്ല.
അത്യാഗ്രഹം കുറച്ച് കൂടുതലുള്ള കക്ഷിയാണ് ടോമി. അതുകൊണ്ട് നീന പറഞ്ഞത് ശരിയായിരിക്കും. ആ താല്പര്യം തന്നെ ആയിരിക്കും അയാളുടെ മനസ്സിലുള്ളത്. ആദ്യം അയാൾ ഇവിടെ വരുന്ന കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ താൻ പഠിച്ചൊരു നിലയിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് പുതിയ താല്പര്യങ്ങൾ ഉടലെടുത്തത്. തൻ്റെ മനസ്സിൽ നേരത്തെ മുതലേ കിടക്കുന്ന ആഗ്രഹം ഇവരോട് ആരോടെങ്കിലും ഇപ്പോൾ പറയാൻ പറ്റുമോ? എന്നാലും എന്നെങ്കിലും ഒരിക്കൽ പറയണം. അപ്പോഴേക്കും താൻ സ്വന്തം കാലിൽ നിൽക്കാറാകും. പിന്നെ ധൈര്യമായി പറയാം. പിറ്റേ ദിവസം കിച്ചുവിന് കോളേജിൽ പോകണമായിരുന്നു. ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയ വകയിൽ കൂട്ടുകാർക്ക് ചെലവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവന്മാരെല്ലാവരും കൂടി വട്ടത്തിൽ കൂടും. ഇത്രയും കാലമായി പല കാര്യങ്ങൾക്കും കൊടുത്തതിൽ നിന്നും ബാക്കി വന്ന സൂക്ഷിച്ചു വെച്ച കുറച്ച് പണമുണ്ട്. അത് അവരെ ഏൽപ്പിക്കാം. അവരവർക്ക് ഇഷ്ടം പോലെ ചെയ്യട്ടെ. അതിൽ കൂടുതലായി ഒന്നും തനിക്ക് കഴിയില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. എല്ലാ വിവരങ്ങളും അവന്മാർക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെ ആഘോഷമായി അതും കഴിഞ്ഞു. നിയമനത്തിന് ഉത്തരവ് വരുമ്പോൾ ഇനി പോയി ജോയിൻ ചെയ്യുകയേ വേണ്ടൂ. അതിനു മുൻപ് 8ാമത്തെ സെമസ്റ്ററിൻ്റെ റിസൾട്ട് കിട്ടണം. അതുവരെ പേപ്പർ ബാക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. 8ാമത്തെ സെമസ്റ്റർ റിസൾട്ട് വന്നാൽ ജയിക്കുമെന്ന കാര്യം തീർച്ചയാണ് താനും. അന്നത്തെ ആ ഒരു ദിവസത്തോടെ കിച്ചുവും അനുവും സ്നേഹയുമൊക്കെ 4 വർഷം പഠിച്ച സ്ഥാപനത്തോട് വിട പറഞ്ഞു. അനുവിന് ജോലി കിട്ടിയതും മദിരാശിയിൽ കിച്ചുവിന് കിട്ടിയ അതേ കമ്പനിയിലാണ്. 2 പേർക്കും ജോയിൻ ചെയ്യേണ്ടതും മിക്കവാറും ഒരേ ദിവസം തന്നെ ആയിരിക്കും. ജോയിനിങ് ലെറ്റർ വന്നാലേ കൃത്യമായി അത് പറയാൻ കഴിയുകയുള്ളൂ. സ്നേഹയ്ക്ക് കിട്ടിയത് നാമക്കലിലാണ്. 3 പേർക്കും ജോലി കിട്ടിയതിൽ അവരും നാട്ടുകാരും എല്ലാം സന്തോഷിച്ചു. കിച്ചു വൈകുന്നേരം തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ എന്തോ കാര്യമായ ചർച്ച അവിടെ നടക്കുന്നുണ്ട്. അല്പം ശബ്ദമുയർത്തിയാണ് ടോമിച്ചേട്ടൻ സംസാരിക്കുന്നത്. അവരെല്ലാവരും തിരിച്ചു പോകാൻ തയ്യാറാവുകയാണോ? എന്താണാവോ ഇത്ര പെട്ടെന്ന്? ആരോട് വിവരം ചോദിക്കും? തയ്യാറെടുപ്പുകൾ കണ്ടിട്ട് തിരിച്ചു പോകാനാണെന്ന് തോന്നുന്നു. നീനയെ അവിടെയെങ്ങും കാണുന്നുമില്ല. എന്തായിരിക്കും അന്ന് പകൽ അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? എല്ലാവരും കഥ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ തോന്നാതിരിക്കുമോ? അത് കമൻറ്റ് ബോക്സിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിച്ചേക്കണേ. അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും ആശംസകൾ. ഓക്കേ.